പൊട്ടിക്കൽ പരിപാടിയൊക്കെ ഇന്നത്തോടു കൂടി ഏകദേശമൊക്കെ കഴിയൂട്ടോ. ഇനിയിപ്പോൾ ഈ പൊട്ടിച്ചിട്ട രണ്ട് സൈഡിലും ഒരു കറുത്ത കാവി പോലത്തെ ഒരു സാധനം ഒഴിക്കാനും തേക്കാനും കൂടിയാണ് കേട്ടുള്ളൂ. അങ്ങനെ അമ്മ രാവിലെ ഉണ്ടാക്കി വെച്ച പിട്ട് ഞാൻ തിന്നത് ഉച്ചയായപ്പോഴാണ്. പിന്നെ അതൊക്കെ വേഗം തിന്നിട്ട് ഇവിടെ അടുത്ത് തന്നെയുള്ള വാഗയുടെ അങ്ങാടിയുള്ള തൈക്കണ്ടിയുള്ള അമ്പലത്തിലേക്കാണ് കേട്ടോ ഞാൻ അതും കൂടി പോണത്. ഇന്നാണ് സ്റ്റേജ് പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം അമ്മയ്ക്കൊക്കെ അവിടെ ഡാൻസ് കളിക്കാണ്ട്, അതിനോണ്ട് തന്നെ ഒരു നേരത്തെ പോയിണ്ടായിരുന്നു. പിന്നെ അത് അമ്പലത്തേക്ക് പോകുന്ന വഴിയിൽ ഫുള്ള് ലൈറ്റ് പിടിപ്പിച്ചുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അതിലൂടെ പോകുമ്പോൾ കാണാൻ. പിന്നെ അത് ആ പരിപാടി നടക്കുന്നിടത്തേക്കല്ലായിരുന്നു കേട്ടോ ഞങ്ങൾ പോയത്. അടുത്ത് തന്നെയുള്ള ഒരു വീട്ടിൽ നിന്നായിരുന്നു ഇവരെല്ലാവരും ഒരുങ്ങുകയൊക്കെ ചെയ്തത്. ഒരുവിധം എല്ലാവരും കോസ്റ്റ്യൂമൊക്കെ ഇട്ട് സെറ്റായി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ മുടി കെട്ടി കൊടുക്കുക, മുല്ലപ്പൂ വെക്കുക, അങ്ങനത്തെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ അത് അവിടെ ഒരു മിറർ ഉണ്ട് കേട്ടോ. മിറർ കണ്ടാൽ പിന്നെ ഒന്നുകിൽ ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ വീഡിയോ എടുക്കുക നിർബന്ധമാണല്ലോ. അപ്പൊ അതാ സുബിയേച്ചി റെഡി ആയി അവിടെ നിൽക്കണ്ടായിരുന്നു. പിന്നെ സുബിയേച്ചി, അമൃതേച്ചി, അങ്ങനെ അതാ ഒരുങ്ങിക്കഴിഞ്ഞാൽ ഓരോരുത്തരായിട്ട് ഞാൻ അവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വീഡിയോ എടുക്കലായിരുന്നു കേട്ടോ എൻ്റെ പണി. അങ്ങനെ അതാ ഫൈനലി എല്ലാവരും സെറ്റ് ആയിട്ടോ. ഇനിയിപ്പോൾ ആ സ്റ്റേജിന്റെ അടുത്തേക്ക് പോവാ, കളിക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ നേരെ സ്റ്റേജിന്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ എല്ലാവരും കൂടെ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ. ഓപ്പൺ സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് സൈഡിൽ നിന്നാലും പരിപാടി കാണാമല്ലോ. പിന്നെ എല്ലാവരും കൂടെ ആ സ്റ്റേജിന്റെ സൈഡിൽ പോയി നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഓരോ ഡാൻസ് ആണ്. അങ്ങനെ എല്ലാവരും സ്റ്റേജിൽ കയറി സെറ്റായി നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തന്നെ പോകുന്നു കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.